എറണാകുളം തോപ്പുംപടി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഒത്തുതീർപ്പ്. സ്കൂളിന്റെ നിയമാവലി അംഗീകരിക്കുന്നുവെന്ന് വിദ്യാർത്ഥിയുടെ പിതാവ് അറിയിച്ചതിനെ തുടർന്നാണ് പരിഹാരം. തുടർന്നും മകളെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് അനസ് പറഞ്ഞു. ഈ മാസം 7-ന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി യൂണിഫോമിൽ അനുവദിക്കാത്ത രീതിയിൽ ഹിജാബ് ധരിച്ചു വന്നതാണ് തർക്കത്തിന് കാരണമായത്. സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടുകയും ഹൈക്കോടതി സ്കൂളിന് സംരക്ഷണം നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്ന് ഹൈബി ഈഡൻ എംപിയുടെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും മധ്യസ്ഥതയിൽ രക്ഷിതാവും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ച നടത്തിയത്. സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് അറിയിച്ചു. വർഗീയവാദികൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കില്ലെന്നും മകൾ നാളെ സ്കൂളിലെത്തുമെന്നും പ്രതികരണം. ഇവിടെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? വരും. യൂണിഫോമിന്റെ പേരിൽ ചിലർ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹൈബി ഈഡൻ എംപി. വർഗീയപരമായ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ശക്തികൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. സംഭവത്തിൽ സർക്കാരും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. AEO സ്കൂളിലെത്തി അധികൃതരുടെയും കുട്ടിയുടെ രക്ഷകർത്താവിന്റെയും മൊഴിയെടുത്തിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.